ഹായ് ഫ്രണ്ട്സ്, ഫൈനൽ ഇയർ സ്റ്റുഡൻസിൻ്റെ ഡിസൈൻ 1-ലെ ഡബിൾ പൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് 3 എക്യുപ്മെൻറ്റ്സ് ആണുള്ളത്. ഡബിൾ പൈപ്പ്, പിന്നെ ഷെൽ ആൻഡ് ട്യൂബ്, ദെൻ കണ്ടൻസർ. അപ്പോൾ ഇതിൽ ഡബിൾ പൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ സ്റ്റെപ്സുകൾ ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ഫ്ലൂയിഡ്സ് ഉണ്ടാകും. നമുക്കെല്ലാവർക്കും അറിയാം ഡബിൾ പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, 2 ഫ്ലൂയിഡ്സ് പാരലലി ഒന്നുകിൽ കൗണ്ടർ ഫ്ലോ അല്ലെങ്കിൽ ക്രോസ് ഫ്ലോ ആയിട്ട് ഫ്ലോ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതിലൊരു ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ടാവും, അതുപോലെ തന്നെ കോൾഡ് ഫ്ലൂയിഡും ഉണ്ടാവും. അപ്പോൾ ആ 2 ഫ്ലൂയിഡ് അത് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കണ്ടുപിടിക്കണം. ടെമ്പറേച്ചർ, തെർമൽ കണ്ടക്ടിവിറ്റി, ഡെൻസിറ്റി, സ്പെസിഫിക് ഹീറ്റ്, വിസ്കോസിറ്റി, പിന്നെ RTI RTO അതെന്താണെന്നുള്ളത് ഞാൻ ആ ഒരു പോർഷൻ എത്തുമ്പോൾ പറഞ്ഞുതരാം. ഡെൽറ്റ പി മാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഷർ ഡിഫറൻസ് മാക്സിമം. അപ്പോൾ അത് 2 ഫ്ലൂയിഡിനും കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെറി എന്ന് പറയുന്ന ഹാൻഡ് ബുക്ക് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 8th എഡിഷൻ പെറിയാണ്. അതാ ഇത്. അപ്പോൾ അതിൽ പേജ് നമ്പേഴ്സ് ആയിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. 7th 9th എഡിഷൻസ് ഉണ്ട്, അതിൽ കുറച്ചൊന്നും മാറ്റം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡെക്സിൽ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ബേസിക്കലി ഈ പ്രോപ്പർട്ടി ഒക്കെ കണ്ടുപിടിക്കുന്നത് ചാപ്റ്റർ 2 എന്നാണ്. 2 ചാപ്റ്ററിൽ 452 458 അങ്ങനത്തെ പേജിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതൊക്കെ നമുക്കപ്പോൾ പറയാം. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ക്യൂ കണ്ടുപിടിക്കണം. എന്താണ് ക്യൂ? നമുക്കറിയാമല്ലേ, ക്യൂ ഇസ് ഇക്വൽ ടു MCP ഡെൽറ്റ ടി. നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിൽ പഠിച്ചൊരു സംഭവമാണ്. എത്രത്തോളം ഹീറ്റാണ്, റേറ്റ് ഓഫ് ഹീറ്റ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 4 ടെമ്പറേച്ചേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കാം, 4 ടെമ്പറേച്ചേഴ്സ് ഉണ്ട്. THI, THO, TCI, TCO. ഈ 4 ടെമ്പറേച്ചേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, ആവറേജ് എടുക്കണം. അതായത് നമ്മളുടെ കോൾഡ് ടെമ്പറേച്ചറിൻ്റെ ആവറേജും ഹോട്ട് ടെമ്പറേച്ചറിൻ്റെ ആവറേജും എടുത്തിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളുടെ ഡിസൈനിൽ. അപ്പോൾ ഇവിടെ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് തെറ്റി പിന്നെ പോകും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ THI, ഇവിടെ MCP ഡെൽറ്റ ടി ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ഒന്ന് കോൾഡ് ആണെന്നുണ്ടെങ്കിൽ മറ്റേത് ഹോട്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, M അതുപോലെ CP ഇതെല്ലാം എടുക്കേണ്ടത് എന്തായിരിക്കണം. ഇപ്പോൾ നമ്മൾ കോൾഡ് ടെമ്പറേച്ചർ എടുക്കുന്ന സമയത്ത് കോൾഡിൻ്റെ മാസ് എടുക്കണം. അതുപോലെ തന്നെ കോൾഡ് ഫ്ലൂയിഡാണ്. ഓക്കെ, ആ കോൾഡ് ഫ്ലൂയിഡിൻ്റെ CP വാല്യൂ എടുക്കണം. ഹോട്ടാണെന്നുണ്ടെങ്കിൽ ഹോട്ടിൻ്റെ മാസ്, ഹോട്ടിൻ്റെ CP, അങ്ങനെയാണ് എടുക്കേണ്ടത്. പിന്നെ യൂണിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസൈൻ്റെ കേസിൽ. അപ്പോൾ MH MC ഇതിൻ്റെയൊക്കെ യൂണിറ്റ് കിലോഗ്രാം പെർ സെക്കൻഡിലായിരിക്കണം. CPH CPC ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിനിലായിരിക്കണം. പിന്നെ നമുക്കിനി സ്റ്റെപ്പ് 3യിലേക്ക് കടക്കാം അല്ലേ. നമ്മൾ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്, ഇനി LMTD. ഇതും നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിൽ പഠിച്ചൊരു സംഭവമാണ്. എന്താ അത്, ലോഗറിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. പിന്നെ നമ്മൾ ഡിസൈനിൽ കുറേ അസംഷൻസ് യൂസ് ചെയ്യും. ഓക്കെ, ഡിസൈൻ ചെയ്യുകയാണല്ലോ, അപ്പോൾ അത് എന്താണ്, ഐഡൻറ്റിക്കലി മാത്രമേ ശരിയാവണമെന്നുണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ അത് ഫുള്ളി ഐഡൻറ്റിക്കൽ ആവരുത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്നൊരു അസംഷനാണ് കൗണ്ടർ കറൻറ്റ് ഫ്ലോ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം LMTD നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിൽ 2 രൂപത്തിൽ, ക്രോസ് കറൻറ്റിൻ്റെ വേറെ ഒരു ഇക്വേഷനാണ്, കൗണ്ടർ കറൻറ്റ് വേറെയാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ആക്കുന്നത് കൗണ്ടർ കറൻറ്റ് ഇക്വേഷനാണ്. അപ്പോൾ നമ്മളുടെ ഡെൽറ്റ T1 എന്ന് പറയുന്നത് എന്തായിരിക്കും, THI മൈനസ് TCO. നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക, THI മൈനസ് TCO ആൻഡ് ഡെൽറ്റ T2 എന്ന് പറയുന്നത് THO മൈനസ് TCI. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഈ ഒരു ഫിഗർ നിങ്ങൾ എഴുതുന്ന സമയത്തൊക്കെ വരച്ച് വെക്കുക. അപ്പോൾ നമുക്ക് വലിയ ഒരു കൺഫ്യൂഷൻ വരില്ല. അങ്ങനെ നമ്മുടെ ഡെൽറ്റ ടി എല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ ഡെൽറ്റ T1 മൈനസ് ഡെൽറ്റ T2 ബൈ എല്ലാം ഡെൽറ്റ T1 ബൈ ഡെൽറ്റ T2. എല്ലാവർക്കും ഡെൽറ്റ T1 ഡെൽറ്റ T2 ഈ ഇക്വേഷൻ അറിയുണ്ടാവും. പക്ഷേ എന്താണ് ഡെൽറ്റ T1, എന്താണ് ഡെൽറ്റ T2, അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക. നമ്മളുടെ ഹോട്ടായിട്ടുള്ള ഫ്ലൂയിഡ് കയറുന്നത്, അവിടെയാണ് നമ്മളുടെ കോൾഡായിട്ടുള്ള ഫ്ലൂയിഡ് ഇറങ്ങുന്നത്. അത്രമാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു പോർഷനെങ്കിലും ആലോചിച്ചാൽ നമുക്ക് അടുത്ത ഭാഗം ഈസി ആയിട്ട് കിട്ടും. ഇനി അടുത്ത കഴിഞ്ഞ നമ്മളുടെ സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4ൽ എന്താണ്, ഇന്നർ പൈപ്പ് കാൽക്കുലേഷനാണ്.
ഇനി പറയുന്ന ഇന്നർ പൈപ്പ് കാൽക്കുലേഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്കിവിടെ ആനുലസിൻ്റെ കാൽക്കുലേഷനും വരുന്നുണ്ട്. ആസ് ഓഫ് നൗ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡബിൾ പൈപ്പാണ്. ഡബിൾ പൈപ്പ് എന്ന് പറയുമ്പോൾ 2 പൈപ്പ് ഉണ്ടാവും. ഇന്നർ പൈപ്പ് ഒന്നും അതിന് പുറത്തുള്ള പൈപ്പാണ് ആനുലസ്. അപ്പോൾ നമുക്ക് അത് രണ്ടും ഒരേ സ്റ്റെപ്പ് പോലെയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഫ്ലോ ഏരിയ കാണും. ഇന്നർ പൈപ്പിലൂടെ നമ്മുടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഏരിയ, അതാണ് നമ്മൾ AP. പി ഇട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ്? പൈപ്പിൻ്റെതായതുകൊണ്ട്. π/4 എന്നാണ്. ഓക്കെ, അത് നമ്മൾ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് മാസ് വെലോസിറ്റി കാണണം. എത്രമാത്രം വെലോസിറ്റിയിലായിരിക്കും അത് പോകുന്നത് എന്നത് മാസ് വെലോസിറ്റിയാണ്. അപ്പോൾ എന്തായിരിക്കണം? നമ്മളുടെ ഈ ഒരു ഏരിയ, ആ ഏരിയനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്ത് വെച്ചിട്ട്? നമ്മൾ മാസ് വെച്ചിട്ട്. ഈ MP എന്ന് പറയുന്ന മാസ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 2 ഫ്ലൂയിഡ് ആണല്ലോ, അപ്പോൾ ഹോട്ട് ഫ്ലൂയിഡ് ആണോ കോൾഡ് ഫ്ലൂയിഡ് ആണോ, ഏതാണ് പൈപ്പിലൂടെ പാസ് ചെയ്യുന്നത്, അങ്ങനെ നമ്മളൊരു ഡിസൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റെപ്സുകൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ മാസ് വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് ആദ്യം ആ ഒരു ഫ്ലൂയിഡിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഏരിയ, അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റെനോൾഡ്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ. പണ്ടേ നമുക്കറിയുന്നതാണ് RE എന്താണ് dV/μ. അതെല്ലാം എപ്പോഴും നമുക്കറിയാവുന്നൊരു കേസാണ്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടോ, DIGP/μP. dV/μ കറക്റ്റ് തന്നെയാണ്. പിന്നെ എന്താണ് ഇവിടെ മാറിയത്? ഇവിടെ GP വന്നു. അതായത് നമ്മൾ മാസ് വെലോസിറ്റീനെ എഴുതാണ് ചെയ്തത് അല്ലേ. നമ്മളുടെ V/ρക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? സോറി കേട്ടോ, അതിൻ്റെ എഴുത്തുകളൊക്കെ നിങ്ങളൊന്ന് നെഗ്ലക്റ്റ് ചെയ്യണേ. dV/μ എന്ന് പറയുന്ന ഈ ഒരു കേസിൽ V/ρ എന്ന് പറയുന്നത് നമ്മൾ എന്താക്കിയെടുത്തു? നമ്മുടെ മാസ് വെലോസിറ്റി ആക്കിയെടുത്തു. മാസ് വെലോസിറ്റി ആണ് എന്ത്? നമ്മുടെ വെലോസിറ്റി ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ, ഈ ഒരു kg/m²/s എന്ന് തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എന്തായാലും മാസ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്. ആ മാസ് വെലോസിറ്റീനെയും നമ്മളുടെ സ്മോൾ di എന്ന് കൊടുത്തിട്ടുള്ളത് നമ്മൾ പൈപ്പിൻ്റെ ഇന്നർ പൈപ്പിൻ്റെ ഡയമീറ്റർ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റെനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്നു. റെനോൾഡ്സ് കണ്ടുപിടിച്ചാൽ നമ്മൾ പ്രാൻഡിൽ കണ്ടുപിടിക്കണം. അത് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു, റെനോൾഡ്സ് കഴിഞ്ഞാൽ പ്രാൻഡിൽ. അതുപോലെ തന്നെ ഇവിടെയും പ്രാൻഡിൽ കണ്ടുപിടിക്കുന്നു. അപ്പോൾ പ്രാൻഡിൽ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കാം, നമ്മുടെ ഇന്നർ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ്, അതിൻ്റെ CP, അതിൻ്റെ വിസ്കോസിറ്റി, അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? CP/μ/K, പണ്ടത്തെ അതേ ഇക്വേഷൻ തന്നെയാണ് വെച്ചിട്ട് നമ്മൾ പ്രാൻഡിൽ നമ്പറും കാണുന്നു. ഇത് രണ്ടും കിട്ടി. ഇനി നമ്മൾ പണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫറിൽ ഈ രണ്ടെണ്ണത്തിൻ്റെയും വാല്യൂസ് നോക്കിയിട്ട് നമുക്ക് കുറേ കോറിലേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും. നമുക്ക് ലാമിനാർ ഫ്ലോ ആണോ, നമ്മുടെ റെനോൾഡ്സ് നമ്പർ നോക്കിയിട്ട് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ അതോ ട്രാൻസിഷൻ ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മളിതിന് കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്മോൾ HI കണ്ടുപിടിക്കുന്നു, ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് അല്ലേ. ഇനി അതൊന്നും അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ഗ്ലിൻസ്കി കോറിലേഷൻ ഉണ്ട്. ചില കേസസിൽ, ചില ക്വസ്റ്റ്യനിൽ നമുക്കിത് യൂസ് ആക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഇവിടുത്തെ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. ഇത് നമ്മളുടെ പെറിയിലുണ്ട്, ഈ ഒരു നമ്മളുടെ ഇക്വേഷൻ പെറിയിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരാറില്ല. ബേസിക്കലി വരാറുള്ളത് ഈ ഒരു ലാമിനാർ ടെർബുലൻ്റ് ആണ്. ഇത് പെറിയിലുണ്ട്. അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം ഏത് പേജിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ആനുലസിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഫ്ലോ ഏരിയ കാണും. അതേ ഇക്വേഷൻ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് മാറ്റം വരും. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആനുലസ് എന്ന് പറയുന്നത് പുറത്തേക്കൂടെ പോകുന്ന വലിയൊരു പൈപ്പാണ് അല്ല. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ π/4 di² ആണല്ലോ. അപ്പോൾ ആ D എന്ന് പറയുന്ന അത് ഡയമീറ്റർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും? ദ ഹോൾ ഡയമീറ്ററിന്ന് നമ്മളുടെ ഈ ഒരു പോർഷൻ ഡയമീറ്റർ കുറച്ചാൽ ബാക്കി വരുന്നതല്ല അതിൻ്റെ ഡയമീറ്റർ. അത് തന്നെ, അതാണ് നമ്മളുടെ ക്യാപിറ്റൽ di² - d0² എന്ന് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എന്താക്കും? ആനുലസിൻ്റെ ഫ്ലോ ഏരിയ കണ്ടുപിടിക്കും. അതിനുശേഷം ഇവിടെ വേറൊരു സംഭവം കൂടിയും കണ്ടുപിടിക്കാനുണ്ട്, ഇക്വാലൻ്റ് ഡയമീറ്റർ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഈക്വൽ ഡയമീറ്റർ കാണാൻ D = 4 × ഫ്ലോ ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. നമ്മൾ ഇതിനെ നമ്മൾ കട്ട് ഷോർട്ട് ആക്കിയിട്ട് RH എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ല, നമ്മളുടെ FPMൽ. അതുതന്നെയാണ് ഇവിടെ ഈ RHൻ്റെ ഇക്വേഷനാണിത്. നിങ്ങളിതൊന്നും കണ്ടുപേടിക്കേണ്ട, ഈ ടേം മാത്രം പഠിച്ചു വെച്ചാൽ മതി.
ഒന്നുമില്ല, ഇത് പഠിക്കാനും കുറച്ചും കൂടി സിമ്പിളാക്കിയിട്ട് നമ്മൾ ഈ ഫ്ലോ ഏരിയ ഉണ്ടല്ലോ അതിൻ്റെ ഡയമീറ്റർ തന്നെ അതിനൊപ്പം ഡിവൈഡ് ബൈ സ്മോൾ d0 എന്നും കൂടി വരും. ഇവിടെ d0 ആണല്ലോ, അപ്പോൾ താഴെ d0 ആണ്. അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അടുത്തത് മാസ് വെലോസിറ്റി കാണാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി? നമ്മളുടെ ഹോട്ടല്ല, ഹോട്ടാണോ കോൾഡാണോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ഈ ഒരു പൈപ്പിലൂടെ, അതായത് ഔട്ടർ പൈപ്പിലൂടെ പോകുന്ന ഫ്ലൂയിഡ് അതിൻ്റെ മാസ് ബൈ അതിൻ്റെ ഏരിയ ഇവിടെ കണ്ടുപിടിച്ച ഈ ഒരു ഇവിടെ എല്ലാം സബ്സ്ക്രിപ്റ്റായിട്ട് നമ്മൾ എന്നാണ് കൊടുക്കുന്നത് ആനലൈസ് ചെയ്തുകൊണ്ട്. റിനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. ഇവിടെ യൂസ് ചെയ്യുന്നത് DE ഈക്വലൻ ഡയമീറ്റർ ആണ് യൂസ് ആക്കുന്നത്, അല്ലാതെ ആനുലസിൻ്റെ ഡയമീറ്റർ അല്ല. അതൊന്ന് ആലോചിക്കുക. പ്രാൻഡിൽ നമ്പറും അതുപോലെ തന്നെ കാണാം. ഏത് ഫ്ലൂയിഡാണോ അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് പ്രാൻഡിൽ നമ്പർ കാണാം. സെയിം സ്റ്റെപ്പ് തന്നെ HO കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെയുണ്ട് ലാമിനാർ, ടർബുലൻറ്റ്, അതുപോലെ തന്നെ ട്രാൻസിഷനും ഉണ്ട് കേട്ടോ. അതൊക്കെ അതുപോലെ തന്നെയാണ്. അങ്ങനെ നമുക്ക് HO കിട്ടും. ഈ HO കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, വാൾ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. വാൾ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് നമ്മളുടെ TW, അതാണ് HIO ഇൻറ്റു TP പ്ലസ് HO ഇൻറ്റു TA ബൈ HIO പ്ലസ് HO. എന്താണ് ഈ ഇക്വേഷൻ എന്നൊന്ന് നിങ്ങളോട് ചോദിക്കരുത്. ഇങ്ങനെ ഈ വാൾ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് നമ്മളുടെ വിസ്കോസിറ്റി ഉണ്ടല്ലോ അതിനൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു കറക്ഷനൊക്കെ വരുന്നുണ്ട് ഇതിൽ. നമുക്കിപ്പോൾ ഇതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കാം. വാൾ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു കേസ് നമ്മുടെ പൈപ്പിൻ്റെതാണ്, ഈ ഒരു കേസ് നമ്മുടെ ആനലസിൻ്റെ ആണ്. ഈ HIO എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ HI ഇൻറ്റു DI ബൈ D0, അതായത് ഇൻസൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ ബേസ്ഡ് ഓൺ ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ്. HI എന്ന് പറഞ്ഞാൽ ഇന്നർ പൈപ്പിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണല്ലേ. DI ബൈ D0 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ബേസ്ഡ് ഓൺ ഔട്ട്സൈഡ് ഡയമീറ്റർ എന്നാവും. ഓക്കെ, അപ്പം അങ്ങനെ കിട്ടിയ HI ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. TP എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൈപ്പിൻ്റെ ടെമ്പറേച്ചർ. പൈപ്പിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ അത്ഭുതപ്പെടേണ്ട. പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നത് ഏത് ഫ്ലൂയിഡാണോ അതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചല്ലോ സ്റ്റെപ്പ് 2-ൽ, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തതാണ് നമുക്ക് ഡോട്ട് കോഎഫിഷ്യൻറ്റിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ക്ലീൻ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുക. നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ചിട്ടുണ്ട്, U എന്ന് പറഞ്ഞാൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ ആണെന്ന് അല്ലേ. അപ്പോൾ UC ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്, അതായത് ക്ലീൻ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാൻ 1/HIO പ്ലസ് T0 ln D0 ബൈ DI ബൈ 2K. ഈ ഭാഗം നിങ്ങൾ പേടിക്കണ്ട ഗൈസ്, നമുക്കിതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ഇതങ്ങനെ ചോദിക്കാറില്ല. ഈ ഭാഗം നമുക്ക് വേണ്ട. നമുക്ക് മെയിനായിട്ടും കുറേ ക്വസ്റ്റ്യൻസിലൊന്നും അത് വരാറില്ല. ഈ പോർഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട് സാധാരണ 1/UC = 1/HIO പ്ലസ് 1/HO അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇത് ക്രിട്ടിക്കൽ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടുത്തെ K എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ആരെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നമ്മൾ ഡബിൾ പൈപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു മെറ്റീരിയൽ സ്റ്റീലാണോ അയൺ ആണോ അതെന്താണോ ആ ഒരു മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി അതാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഡബിൾ പൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് അല്ലെങ്കിൽ കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ആ കേസിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഇക്വേഷനിൽ ഈ ടേമിനെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഈ K ഒക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനിൽ അങ്ങനെ കാണാറില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഡോട്ട് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് 1/UD = 1/UC പ്ലസ് RT. നിങ്ങൾ ആദ്യം കണ്ടല്ലോ ഒരു RD, അതാണ് ഇപ്പോഴത്തെ RD, ഡോട്ട് ഫാക്ടറാണത്. അതായത് ഈ ഒരു യൂണിറ്റ് നോക്ക്, മീറ്റർ സ്ക്വയർ കെൽവിൻ പെർ വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. എന്താണത്? നല്ല ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റിൻ്റെ യൂണിറ്റാണ്. അതിൻ്റെ റെസിപ്രോക്കലാണ് നമ്മളുടെ ഡോട്ട് ഫാക്ടറിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഡോട്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് റെസിപ്രോക്കലാണ്. പക്ഷെ അങ്ങനെയാണ്ട് ധരിക്കരുത്, കാരണം ഇത് ഡബിൾ പൈപ്പാണ്, 2 പൈപ്പ് ഉണ്ട്, അതാലോചിക്കാം. നമ്മുടെ പണ്ടത്തെ ഹീറ്റ് ട്രാൻസ്ഫർ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ RD കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. RDI ഇൻറ്റു D0 ബൈ DI പ്ലസ് RTO. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ഇന്നർ പൈപ്പിൻ്റെ ഔട്ടർ പൈപ്പിൻ്റെയും ഡോട്ട് ഫാക്ടർ തരും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം,
അസ്യൂം ചെയ്തിട്ട് അത് ഒരു പേജുണ്ട്, ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനിലും അങ്ങനെ തരാറുണ്ട്, രണ്ടും സെയിം ആയിട്ട് അസ്യൂം ചെയ്യാനൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇന്നർ പൈപ്പിൻ്റെ ഔട്ടർ ഡയമീറ്ററിൻ്റെ ടോട്ടൽ ഡേർട്ട് ഫാക്ടർ എന്ന് തന്നാൽ മാത്രമേ നമ്മൾ ആർ ഡി ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ഡേർട്ട് ഫാക്ടർ എന്ന് മാത്രം തന്ന ക്വസ്റ്റ്യനിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണം ആർ ഡിനെ. ആർ ടി ഐ ഇൻറ്റു d0/di പ്ലസ് ആർ ടി ഒ എന്നിട്ട് കിട്ടുന്നതാണ് നമ്മളുടെ ആർ ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 1/ud കിട്ടും. ഇനി നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ കാണണം. അപ്പോൾ ഏരിയ കാണാൻ ഗൈസ് നമ്മൾ ഫസ്റ്റ് Q = mCp∆T അല്ലേ, Q കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ Q ആണ് നമ്മളിവിടെ യൂസ് ആക്കുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും Q മതി നമുക്ക്. ഹീറ്റ് അത് കോൾഡ് ആണെങ്കിലും ഹോട്ട് ആണെങ്കിലും സെയിം അല്ലേ കിട്ടുക. mCp∆T ഹോട്ടിനും കോൾഡിനും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ആ Q ആണ് ഇവിടെ നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് യു ഡി നമുക്ക് പറയാം അല്ലേ. ഡേർട്ട് കോഎഫിഷ്യൻ്റ് ഉള്ള യു ആണ് കേട്ടോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, UC അല്ല. ഓക്കെ, നമ്മൾ നമ്മളുടെ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ഡബിൾ പൈപ്പിൽ എന്തായാലും കുറച്ചൊക്കെ ഡേർട്ട് ഉണ്ടാവും. ക്ലീൻ ആയിട്ടുള്ള ഡബിൾ പൈപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സംഭവം മാത്രമേ കാലം, അങ്ങനെ ഇപ്പോൾ എവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ UD ആണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. Q നമുക്കറിയാം, ∆T LMTD നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഓക്കെ ആയി, നമുക്ക് അങ്ങനെ ഏരിയ കിട്ടും. ആ ഏരിയേൻ്റെ ഇക്വേഷൻ എന്താ? πd0 L എന്നല്ലേ. ഈ L നമുക്കറിയണം, ലെങ്ത് ഓഫ് ദ പൈപ്പ്, അതായത് നമ്മളുടെ ഡബിൾ പൈപ്പ് എത്ര ലെങ്ത്തിൽ വേണം കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയണമല്ലോ. അപ്പോൾ ആ L നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കണ്ടുപിടിക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? L = A/πd0 അല്ലേ. നിങ്ങൾ ആലോചിക്കേണ്ടാകും എന്തുകൊണ്ടാണ് d0 എടുക്കുന്നതെന്ന്. d0 അല്ലേ ഗൈസ് വേണ്ടത്, കാരണം നമുക്ക് ഔട്ടർ ഡയമീറ്റർ അല്ലേ വേണ്ടത്, അങ്ങനെയല്ല നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എത്ര ഹെയർ പിൻ? എന്താണ് ഹെയർ പിൻ? നിങ്ങൾ വയനാട് ചുരം കണ്ടിട്ടില്ലേ? അതിന് ഓരോരോ ഹെയർ പിൻ നമ്മളിങ്ങനെ ഓരോ ചുരം കയറുമ്പോൾ തന്നെ ഇങ്ങനെ കാണാറില്ലേ, ഒരു ഹെയർ പിനായി 2 ഹെയർ പിനായി അങ്ങനെ 9 ഹെയർ പിൻ ഇല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഡബിൾ പൈപ്പും നിങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ കിടക്കുകയാണല്ലോ. അതിൻ്റെ ആ ഒരു കേർവ് പോർഷൻ ഉണ്ടല്ലേ, ഇതുപോലെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഈ കേർവ് പോർഷനാണ് നമ്മളുടെ ഹെയർ പിൻ. ഇങ്ങനെ നമ്മൾ ഡബിൾ പൈപ്പിന് എത്ര ഹെയർ പിൻ വേണം എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. ഇപ്പോൾ ഏരിയയായി ലെങ്ത്തായി, ഹെയർ പിൻ നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് n = L/, നമ്മൾ ലെങ്ത്ത് /2 × ലെങ്ത് ഓഫ് 1 ഹെയർ പിൻ. ഈ ലെങ്ത് ഓഫ് 1 ഹെയർ പിന്ന് അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മളെന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ടോട്ടൽ ലെങ്ത്തും /2 × ലെങ്ത് ഓഫ് 1 ഹെയർ പിൻ കണ്ടുപിടിച്ചാൽ നമുക്ക് n കിട്ടും. അപ്പോൾ എത്ര ഹെയർ പിൻ വേണം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി അടുത്തതാണ് നമ്മൾ റീകാൽക്കുലേഷൻ. എന്തിനാ നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ. റീകാൽക്കുലേഷൻ എന്തായാലും വരും, കാരണം ഡിസൈൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് വല്ല തട്ടിക്കൂട്ട് പരിപാടി നടത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ദ റീകാൽക്കുലേറ്റഡ് ഡേർട്ട് ഫാക്ടർ ഷുഡ് ബി ഈക്വൽ ഓർ എക്സീഡ് റിക്വയർഡ് ഡേർട്ട് ഫാക്ടർ ബൈ യൂസിങ് നെക്സ്റ്റ് ലാർജർ ഇൻ്റഗ്രൽ നമ്പർ ഓഫ് ഹെയർ പിൻ. ഓക്കെ, എന്താണ് ഇവർ പറഞ്ഞിട്ടുള്ളത്? അതായത് if the length should not correspond to an integral number of hairpin, a change in the dirt factor will result. നമ്മളിപ്പോൾ ലെങ്ത്ത് അസ്യൂം ദാറ്റ് ലെങ്ത്ത് ഇപ്പോൾ 6 ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എന്ത് വേണ്ടി വരും? 6 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹെയർ പിന്ന് ലെങ്ത്ത് ഓഫ് 1 ഹെയർ പിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഈ ഒരു ഭാഗമാണ്. അപ്പോൾ 6 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 2 എണ്ണം, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 കൂടി ഉണ്ടാവും, അപ്പോൾ 6 ആയി. അപ്പോൾ ഒരു ഹെയർ പിന്നല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് നമുക്ക് ചില കേസസിൽ 2 കിട്ടാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റീകാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വെയിറ്റ്, നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും. എന്തായാലും റീകാൽക്കുലേഷൻ വരുന്നുണ്ട്, പുതിയ ഏരിയ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെ? ഇവിടുന്ന് കിട്ടുന്ന ലെങ്ത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ലെങ്ത്തും കൂടി കണ്ടുപിടിക്കുന്നുണ്ട്. ആദ്യം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ലെങ്ത്തും കൂടി കണ്ടുപിടിക്കുന്നുണ്ട്. ആ ലെങ്ത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ഏരിയ കാണുന്നു. ഏരിയ ആക്ച്വൽ ഏരിയ, അത് വെച്ചിട്ട് നമ്മൾ UD. ഇനി നമ്മൾ പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. കിട്ടിയ ഏരിയ വെച്ചിട്ട് നമ്മൾ UD കണ്ടുപിടിക്കുന്നു, അത് വെച്ചിട്ട് നമ്മൾ RD കണ്ടുപിടിക്കുന്നു അല്ലേ. അതെല്ലാം കിട്ടിയിട്ട് നമ്മളുടെ RD ആക്ച്വലും RD അലൗഡും ഇത് രണ്ടും നോക്കുക. ഈ ഒരു കേസിൽ RD ആക്ച്വൽ ഗ്രേറ്റർ ആവണം, അപ്പോഴാണ് നമ്മളുടെ ഡിസൈൻ കറക്റ്റ് ആവുള്ളൂ.
ഓക്കെ, ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് കിട്ടണം. നമ്മൾ കിട്ടിയിട്ടുള്ള ആരുടെ അലൗഡും ആരുടെ ആക്ഷനും നോക്കുമ്പോൾ നമ്മളുടെ ആക്ച്വൽ ആരുടെ ആണ് കൂടുതലാവേണ്ടത്. ഓക്കെ, ഇനി നമുക്കിതിൽ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു പ്രഷറിൻ്റെ ഒരു കേസും കൂടിയുണ്ട്. പ്രഷർ ഡ്രോപ്പ് കാൽക്കുലേഷൻ. ഓക്കെ, പ്രഷർ ഡ്രോപ്പ് കാൽക്കുലേഷനും കൂടിയും പറയുമ്പോഴാണ് നമ്മളുടെ ഡബിൾ പൈപ്പിൻ്റെ ഓവറോൾ ഡിസൈൻ കംപ്ലീറ്റ് ആവുക. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇന്നർ പൈപ്പ് വേറെ, ആനുലസ് വേറെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നർ പൈപ്പിൻ്റെ ഭാഗത്ത് കണ്ടുപിടിച്ച റിനോൾഡ്സ് നമ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ റിനോൾഡ്സ് നമ്പർ. ഇനി നമുക്കിവിടെ എഫ് കണ്ടുപിടിക്കണം. ഈ റിനോൾഡ്സ് നമ്പർ വെച്ചിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഫ്ലോ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ, ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന്. അത് വെച്ചിട്ട് നമ്മൾ എഫിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ലാമിനാർ ആണെങ്കിൽ 16/RE, RE മീൻസ് നമ്മളുടെ റിനോൾഡ്സ് നമ്പർ. ടർബുലൻ്റ് ആണെങ്കിൽ 0.0035 പ്ലസ് 0.2614/RE⁻². അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമുക്ക് ടർബുലൻ്റ് ആവട്ടെ, അപ്പോൾ നമ്മൾ ഈ ഒരു എഫ് എടുക്കണം. ലാമിനാർ ആണെങ്കിൽ ഈ ഒരു എഫ് എടുക്കണം. അത് വെച്ചിട്ടാണ് നമ്മളുടെ പ്രഷർ ഡ്രോപ്പിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഡെൽറ്റ പി എഫ് ഇസ് ഇക്വൽ ടു, കണ്ടോ ഈ ഒരു ഇക്വേഷൻ, ഇത് രണ്ടിനും സെയിം ആണ് കേട്ടോ. ഈ ഇക്വേഷൻ നമ്മളുടെ പല എക്യുപ്മെൻറ്റ്സിൻ്റെ ഡിസൈനിലും പ്രഷറിൻ്റെ ഇക്വേഷൻ ഏകദേശമൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരാറുള്ളത്. ഓക്കെ, ഇപ്പോൾ 2F റോ V²L/DI. DI നമ്മളുടെ എന്താണ്, ഇന്നർ ഡയമീറ്റർ. എഫ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് റോ, അതിൽ ഏത് ഫ്ലൂയിഡാണോ അതിൻ്റെ ഡെൻസിറ്റി. ഓക്കെ, ദെൻ വി എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി, എൽ അതിൻ്റെ ലെങ്ത്ത്. ഇനി ഈ ഒരു ഇക്വേഷനാണ് മെയിനായിട്ട് നമ്മുടെ പ്രഷർ ഡ്രോപ്പിനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രഷർ ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇക്വേഷനിലേക്ക് ഒരു റോ ബൈ റോ, ഇത് കണ്ട് ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത് റോ ബൈ റോ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുന്നു. വല്ല മാറ്റം ഉണ്ടാവുമോ? ഇല്ല, ഒന്നെന്നല്ലേ. പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ V²ഉം അതുപോലെ തന്നെ ഇവിടെ ഈ റോയും റോ സ്ക്വയർ ആവില്ല ഗൈസ്. അങ്ങനെ നമുക്ക് GP² എന്ന് പറയാമല്ലോ. കാരണം നമുക്ക് വെലോസിറ്റി അറിയില്ല, നമുക്ക് ആകെ അറിയുന്നത് മാസ് വെലോസിറ്റിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, GP കൊണ്ടുവരുന്നു അങ്ങോട്ട്. അങ്ങനെ ഈ ആക്ച്വൽ ലെങ്ത് ആട്ടോ എടുക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ നമ്മളുടെ അറിയാവുന്ന ഇക്വേഷനാണ്, ഇപ്പം നമുക്ക് എല്ലാവരെയും അറിയാം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രഷർ ഡ്രോപ്പ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ആനുലസിൻ്റെ കേസിലും ചെയ്യാനുണ്ട്. ആനുലസിൻ്റെ കേസിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് എന്ത് ചെയ്യണം, DE' കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ഇക്വലൻ്റ് ഡയമീറ്റർ. അവിടെ നേരത്തെ ഓർക്കുന്നില്ലേ, ഇക്വലൻ്റ് ഡയമീറ്റർ ആനുലസിൻ്റെ കേസിൽ കണ്ടുപിടിച്ചല്ലോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഇക്വേഷന് നിങ്ങൾ മെയിൻ ആയിട്ടുള്ള ലാസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ക്യാപിറ്റൽ DI മൈനസ് സ്മോൾ d0. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്, ഇവിടെ റിനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കേണ്ടത്. ഒന്നും കൂടെ റിനോൾഡ്സ് നമ്പർ നമ്മളിവിടെ കണ്ടുപിടിക്കണം. അത് വെച്ചിട്ട് പിന്നെ മറ്റേതുപോലെ തന്നെ എഫ് കണ്ടുപിടിക്കുക, പിന്നെ ഡെൽറ്റ PF കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ആൻഡ് ആനുലസിൻ്റെ കേസിൽ നമുക്ക് രണ്ട് ടൈപ്പുള്ള രണ്ട് ടൈപ്പിൽ നമുക്ക് പ്രഷർ വരുന്നുണ്ട്. അപ്പം ഇത് ഡെൽറ്റ PF ആണ്. ഇനി നമുക്ക് ഡെൽറ്റ PIയും കൂടി കാണാനുണ്ട്. അതായത് എൻട്രൻസിൽ വരുന്ന പ്രഷർ ഡ്രോപ്പ് കൂടി കാണാനുണ്ട്. അതിന് മെയിൻ ഇക്വേഷൻ V²/2G എന്നാണ്. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് ഫ്ലൂയിഡ് പാർട്ടിക്കിളിൽ പഠിച്ചിട്ടുള്ള V²/2G. അപ്പോൾ ഈ V²/2Gയിലേക്ക് നമുക്കിതിനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, റോ V²/2 എന്നും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റോ V²/2 അതിൽ നമുക്ക് വെറുതെ റോ ബൈ റോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, GA²/2 റോ. ഇതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. അല്ലാതെ നമുക്ക് വെലോസിറ്റി അറിയില്ല. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആനുലസിലെ മെയിൻ ആയിട്ടുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യണം, അപ്പോൾ ആനുലസിലേക്ക് പ്രഷർ വരുള്ളൂ. എക്സിറ്റും അതുപോലെ തന്നെ എൻട്രൻസും. അപ്പോൾ എൻട്രൻസിൻ്റെ ഇക്വേഷനാണ് ഡെൽറ്റ PI = V²/2G. അതിൽ റോ V²/2 എന്ന് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു റോ ബൈ റോ ചെയ്തിട്ടാണ് GA²/2 റോ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ആനുലസിലെ മെയിൻ ടോട്ടൽ പ്രഷർ കിട്ടാനായിട്ട് വേണ്ടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഡിസൈൻ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രണ്ട് പ്രഷർ കിട്ടുന്നുണ്ടല്ലോ, ആനുലസിലെ ടോട്ടൽ പ്രഷറും അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ
എന്തായിരുന്നു, ഇന്നർ പൈപ്പിലെ ടോട്ടൽ പ്രഷർ. ഇത് രണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലൊരു പ്രഷർ തന്നിട്ടുണ്ടാവും, അത്ര എക്സീഡ് ആവരുത് എന്ന്. അങ്ങനെ എക്സീഡ് ആവാൻ പാടില്ല. എക്സീഡ് ആയി കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഡിസൈനിൽ എന്തോ തെറ്റുണ്ട്. അപ്പം നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകണ്ട, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി പ്രഷർ ഇങ്ങനെ എക്സീഡ് ആവരുത് എന്നുള്ള കാര്യം. പിന്നെ നമുക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ തിയറി പോർഷൻ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പ്രോബ്ലം പാർട്ട് ഡിസ്കസ് ചെയ്യാം.